കോഴിക്കോട് പുറമേരിയിൽ പൊറോട്ടയ്ക്ക് ചൂട് കുറഞ്ഞു എന്ന് ആരോപിച്ച് ഫാസ്റ്റ് ഫുഡ് കടയ്ക്ക് നേരെ ആക്രമണം. രാത്രി 7 മണിയോടെയാണ് സംഭവം. കടയുടമ വെള്ളിക്കുളങ്ങര സ്വദേശി സാദിഖിനെ ആക്രമിച്ചു. കടയുടെ ചില്ല് അടിച്ച് തകർക്കുകയും ചെയ്തു. മൂപ്പര് വന്ന് ഭക്ഷണം കഴിക്കലുണ്ട്, ചായാലും കുടിച്ച് പോക്കുണ്ട്, നല്ല രീതിയിൽ പോകുന്ന ആളാണ്, നല്ല പരിചയമുള്ള ആളാണ്. അപ്പോൾ അയാൾ പൊറോട്ട വേണമെന്ന് പറഞ്ഞ് ഞാൻ ഈ പൊറോട്ട കൊടുത്ത് ബീഫ് റോസ്റ്റും വന്നു. പൊറോട്ടയും കൊടുത്ത് ബീഫ് റോസ്റ്റും അയാൾക്ക് കൊടുത്ത് ബീഫ് റോസ്റ്റ് കൊടുത്ത് അപ്പോൾ കൊടുത്തിട്ട് അയാൾ വായിൽ വെച്ചിക്കൊന്നും അറിയില്ല. പൊട്ടി ചപ്പാട് പറഞ്ഞു ഇത് ആന ഇങ്ങനത്തെ വളരെ വൃത്തികെട്ട ഭക്ഷണം പുറമേരിക്കാറ്. അതായത് അയാൾ പുറത്ത് കഴിഞ്ഞ് പോയതിന് ശേഷം ഈ പീടിയ ഞാൻ വലിക്കുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ഉള്ളിലേക്ക് വന്ന് നമ്മളെ ഭക്ഷണം വെച്ച ചില്ല് ആൾമാരുണ്ട്, അത് പൊട്ടിക്കാൻ നോക്കി. അത് പൊട്ടിക്കാൻ നോക്കി. അന്നേരം ഞാൻ വലിച്ച് അന്നേരം ചെങ്ങായി ഞാൻ ഒറ്റ ഉന്ത് എൻ്റെ നെഞ്ഞത്തെ കൊണ്ടായി ഉന്ത്. പിന്നെ പുറത്ത് കഴിഞ്ഞ് ചെങ്ങായി ഗ്ലാസ് മൊത്തം അടിച്ച് പൊട്ടിച്ച്. ഇതെല്ലാം ഒരു ചെറിയ സമയം കൊണ്ട് സംഭവിച്ച പ്രതിഭാസ. മുഹമ്മദ് ഷഹീദ് ചേരുന്നുണ്ട് വാർത്തയുടെ വിവരങ്ങളുമായി. ഷഹീദ്, നിസ്സാര കാര്യത്തിന്റെ പേരിലാണ് ആക്രമണം, എന്താണ് സംഭവിച്ചത്? പ്രതീക്ഷ ഇന്ന് വൈകുന്നേരം 7 മണിയോടുകൂടിയാണ് ഈ സംഭവം ഉണ്ടായത്. കോഴിക്കോട് പുറമേരിയിലാണ്. ബിരിയാണി ഡേയ്സ് എന്നൊരു ഫാസ്റ്റ് ഫുഡ് കടയാണ്. ആ കടയുള്ള സ്വാദിഖ് പറയുന്നതനുസരിച്ച് തന്നെ ആ കടയിൽ ഇടയ്ക്കൊക്കെ വന്ന് ഭക്ഷണം കഴിക്കുന്ന ആളാണ്. ഇന്ന് വന്നു, അങ്ങനെ ഭക്ഷണം ചോദിച്ചു, അങ്ങനെ പൊറോട്ടയും ബീഫ് റോസ്റ്റും നൽകി. അപ്പോഴാണ് പൊറോട്ടയ്ക്ക് ചൂടില്ല എന്ന് പറഞ്ഞുകൊണ്ട്, ഭക്ഷണത്തിന് ടേസ്റ്റ് ഇല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ബഹളമുണ്ടാക്കിയത്. സ്വാഭാവികമായിട്ടും സാദിഖ് ഭക്ഷണം തിരികെ, അങ്ങനെയാണെങ്കിൽ പണം തിരിച്ചു നൽകാം എന്ന് പറഞ്ഞ് അയാളെ മയപ്പെടുത്താൻ ശ്രമിച്ചു, അനുനയിപ്പിക്കാൻ ശ്രമിച്ചു. അങ്ങനെ പുറത്തുപോയ അയാൾ വീണ്ടും കടയിലേക്ക് എത്തിയാണ് ആക്രമണം നടത്തിയത്. കടയിലെ ചില്ല് തകർത്തിട്ടുണ്ട്. അങ്ങനെ ആക്രമണത്തിൽ സ്വാദിഖിനും അസ്വസ്ഥത നേരിട്ടു. അങ്ങനെ സ്വാദിഖ് ആശുപത്രിയിൽ ചികിത്സ തേടിയിട്ടുണ്ട്. ഏതായാലും ഇപ്പോൾ സംഭവം 7 മണിക്കാണ് സംഭവിച്ചത്. ഇപ്പോൾ പോലീസിൽ ഈ കാര്യം അന്വേഷിച്ച് ആരാണ് ഈ സംഭവം ആക്രമണം നടത്തിയതെന്ന് സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ പോലീസ് അന്വേഷിച്ചു വരികയാണ്. ഈ സാദിഖിൽ നിന്നും മൊഴിയെടുത്ത് കൂടുതൽ അന്വേഷണം നടത്തുമെന്നാണ് പോലീസ് അറിയിച്ചിട്ടുള്ളത്.